കണ്ടോ, അത് അതിഭയങ്കരമായ ഒരു കിണർ, വെള്ളമൊക്കെ പറ്റി, മോട്ടറും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നിങ്ങളെ SK കേരള ഇന്ന് പഠിക്കുന്ന നമ്മളെ എഴുത്തിലെ കാര്യങ്ങൾ. കണ്ടോ, കച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ പശുക്കൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ 4 വർഷമാകുന്നു, ഇതുവരെ പശുക്കളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിലവിൽ 9 പശുക്കളിപ്പോൾ ഉണ്ട്. 2 കറവ ഉള്ള പശുക്കളും ഒരു കുട്ടിയും കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നമുക്ക് 9 പേരായി. അപ്പോൾ എഴുത്തിലാണ്. എഴുത്ത് ഞാൻ ഒന്നും പറയണ്ട, വിവരമായിട്ട് ചെയ്ത് സെറ്റ് ചെയ്തേക്കുക. അതുകൊണ്ടെന്ന് നമ്മളൊരു കുട്ടപ്പനെ അവിടെ നിർത്തലുണ്ട്. ബാക്കിയുള്ളവരെല്ലാം നമ്മൾ തീറ്റി കൊണ്ടുപോയിക്കണം. അവർ കുഞ്ഞാണ്, ലാസ്റ്റ് ജനിച്ചതാണ് അവൻ. പിന്നെ കോഴികളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് കൂടും കാര്യമൊന്നും ഇല്ല. കണ്ട നാടൻ കോഴി ഇരിക്കുന്നുണ്ടോ, നോക്കിയേ. അതല്ല, ഈ എഴുത്തിൻ്റെ ഭാഗങ്ങളിൽ അവിടെ എവിടെയൊക്കെ കയറി ഇരുന്നുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് നോക്കാതെ. പിന്നെ എനിക്ക് സുന്ദരമുണ്ട്, ഇതായിരിക്കുന്നു ചേട്ടാമോൻ എന്നാണ് അവനെ അറിയപ്പെടുന്നത്. കണ്ട കണ്ടിരിക്കുന്നുണ്ടോ, അവൻ്റെ കൂട്ടുകാരെ കൊണ്ടായിരുന്നു. അവൻ്റെ കൂട്ടുകാരെയൊക്കെ നമ്മൾ ബഹളം കൊടുത്ത് കളിക്കാനൊക്കെ ഒരു രസത്തിൽ നിൽക്കുന്നതാണ്. സിനോബി എന്ന് പറയും. പിന്നെ ഈ കോഴിയായിട്ട് കേട്ടോ കളിക്കുന്നുണ്ട്, പോന്നു കുഴപ്പമൊന്നുമില്ല. ഇപ്പം എൻ്റെ വീടാണ് ഈ കാണുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ കുറച്ച് ആളുകൊണ്ട് കാണുന്നില്ല, വീഡിയോയിൽ വരുന്നില്ല എന്നൊക്കെ ചോദിക്കും. അത് വേറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആര് നട്ടൂട എന്ന് പറയുന്ന ചെടിയാണ് ഈ കാണുന്നത്. ഈ ചെടി നട്ടൂട, ആ വീട് മുടി എന്നാണ് പറയുന്നത്. കാരണം പ്രകൃതിയിലുള്ള ഒരു ജീവജാലങ്ങൾക്കും നമ്മളുൾപ്പെടെ ആർക്കും ആരെ എപ്പോഴും വേണമെങ്കിലും കണി കാണാം, എപ്പോഴും കാണാം. കൊള്ളരുതാത്ത ഒരു വസ്തുവും ദൈവം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കുന്നത് നമ്മളായ മനുഷ്യരുണ്ടാക്കുന്ന വസ്തു മാത്രമേ ഉള്ളൂ. ഈ മണ്ണിൽ ലയിക്കാത്തത് കൊള്ളരാത്ത വസ്തു മനുഷ്യൻ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാവർക്കും ഏത് ജീവജാലം ഇടുന്നവർക്കും വളങ്ങളായി മാറും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സ്നേഹത്തോടെ നിങ്ങളെ SK. ഓക്കെ.